നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യയ്ക്ക് ഇടയിലുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൽ ഒരു റഷ്യൻ എണ്ണക്കപ്പൽ രണ്ടായി പിളർന്ന വാർത്ത പുറത്തുവരികയാണ്. ദൃശ്യങ്ങളിൽ എണ്ണക്കപ്പൽ രണ്ടായി പിളർന്ന നടുക്കടലിൽ കിടക്കുന്ന ദൃശ്യങ്ങളാണ് വ്യക്തമാകുന്നത്. വാർത്തകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോഴാണ് റഷ്യയ്ക്കിടയിൽ ഉണ്ടായ കൊടുങ്കാറ്റിന്റെ ഫലമായി റഷ്യൻ എണ്ണക്കപ്പലാണ് രണ്ടായി പിളർന്ന നടുക്കടലിൽ കിടക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്. കപ്പലിലെ ജീവനക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. റഷ്യയ്ക്കും ക്രിമിയയ്ക്കും ഇടയിലുള്ള കരച്ചു കടലിടുക്കിലാണ് സംഭവം നടന്നത്. രണ്ട് റഷ്യൻ എണ്ണ ടാങ്കറുകളാണ് കൊടുങ്കാറ്റിൽപ്പെട്ടത്. ഇവയിൽ ഒരു എണ്ണക്കപ്പലാണ് രണ്ടായി പിളർന്നത്. രണ്ട് കപ്പലുകളിലുമായി 27 ജീവനക്കാരാണ് ഉള്ളത്. വോൾസ്ഗോനെഫ്റ്റ് 212 എന്ന ടാങ്കറാണ് കൊടുങ്കാറ്റിൽപ്പെട്ട് പിളർന്നുപോയത്. ശക്തമായ കൊടുങ്കാറ്റും ആഞ്ഞടിക്കുന്ന തിരമാലകളും കാരണം കപ്പൽ അതിവേഗം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 4300 ടണൽ എണ്ണയാണ് കപ്പലിൽ ഉള്ളത്. 50ഓളം രക്ഷാപ്രവർത്തകർ ഹെലികോപ്റ്ററും രക്ഷാ ബോട്ടുകളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. കപ്പലിലെ ജീവനക്കാരെ എത്രയും പെട്ടെന്ന് രക്ഷാ ബോട്ടുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ജീവനക്കാർ മണിക്കൂറുകളായി ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. പിളർന്നു മാറിയ കപ്പലിൽ 13 ജീവനക്കാരാണ് ഉള്ളത്. അസംസ്കൃത എണ്ണ കൂടാതെ മറ്റ് പല സാധനങ്ങളും കപ്പലിൽ ഉണ്ടെന്നാണ് അധികൃതർ വെളിപ്പെടുത്തിയത്. ഈ കപ്പലിലെ 10 ജീവനക്കാരെ ഇതിനോടകം തന്നെ രക്ഷിച്ച് കഴിഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. 4 ജീവനക്കാർ കപ്പൽ പിളർന്ന സമയത്ത് കടലിൽ വീണിട്ടുമുണ്ട്. ഇവരെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. എന്നാൽ ഇവർ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇവരെല്ലാവരും തന്നെ മെക്കാനിക്കുകളുമായി ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപകടത്തിൽപ്പെട്ട 2 ചെറിയ കപ്പലുകളാണ്. 2 കപ്പലുകളിലും കൃത്യമായി അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത്. ശക്തമായ തോതിൽ തിരകൾ ആഞ്ഞടിച്ചപ്പോൾ കൃത്യമായ അറ്റകുറ്റപ്പണി പോലും നടത്താത്ത ഈ ചെറു കപ്പലുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. 2 കപ്പലുകളിലും 4000 ടണ്ണിലധികം സംസ്കൃത എണ്ണ ഉണ്ടെന്നാണ് ഏവരെയും ആശങ്കപ്പെടുത്തുന്നത്. ടാങ്കറിൽ നിന്ന് എണ്ണ ചോർന്നതായും സംശയമുണ്ട്. അപകടം നടന്നതിന് സമീപമുള്ള കടൽ വെള്ളത്തിൽ എണ്ണയുടെ അംശം കണ്ടെത്തിയതായും സൂചനയുണ്ട്. തിരമാലകൾ ആഞ്ഞടിച്ചതിനെ തുടർന്ന് കപ്പലിൽ ആദ്യം ഒരു വലിയ ദ്വാരം ഉണ്ടായതായും പിന്നീട് ഇതിലൂടെ വെള്ളം കയറിയതിന്റെ ഫലമായിട്ടാണ് കപ്പൽ പിളർന്നു മാറിയത് എന്നുമാണ് കണ്ടെത്തുന്നത്. 55 വർഷം മുമ്പ് നിർമ്മിച്ചതാണ് ഈ കപ്പൽ. ആദ്യം സാധാരണ എണ്ണ ടാങ്കർ ആയിട്ടാണ് ഇത് നിർമ്മിച്ചത്. എന്നാൽ 1990-ൽ ഇതിനെ ഒരു രൂപമാറ്റം വരുത്തി ചെറുകപ്പലാക്കി മാറ്റിയിരുന്നു. വലിയ നദികളിലും കടലിലും ഒരേപോലെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇതിന് രൂപമാറ്റം വരുത്തിയത്. കപ്പലിനെ കൃത്യം 2ആയി മുറിച്ചു മാറ്റിയതിനു ശേഷം കൂട്ടിയോജിപ്പിക്കുകയായിരുന്നു അന്ന് ചെയ്തത്. എന്നാൽ ഇത് വളരെ ധൃതി പിടിച്ച നടപടിയായിരുന്നു എന്നും ഇത് തന്നെയാണ് ഇപ്പോൾ ദുരിതത്തിന് വഴിവെച്ചത് എന്നും വേണം കരുതാൻ. കഴിഞ്ഞ ഫെബ്രുവരിയിൽ യുക്രൈൻ സൈന്യം ക്രിമിയ തീരത്തിന് അകലെ റഷ്യയുടെ ഒരു കൂറ്റൻ യുദ്ധക്കപ്പലിൽ തകർത്തിരുന്നു. ഇനാവോയിറ്റഡ് എന്ന ഈ കപ്പലിനെ തകർത്തതിന്റെ വിശദാംശങ്ങൾ യുക്രൈൻ പിന്നീട് പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഡ്രോണുകൾ ഉപയോഗിച്ചാണ് യുക്രൈൻ അന്ന് കപ്പലിനെ ആക്രമിച്ചത്. 33 നാവികർ ഈ ദുരിതത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് സംശയിക്കപ്പെടുന്നത്. എന്നാൽ റഷ്യ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്തിയിരുന്നില്ല.